യാ സഹാബ മിൻ ഇഖ്തിറാബി സാഅതി ഇദാ കസുറൽ ഫാലജു വമൗതുൽ ഫുജാ. ആ പ്രസംഗത്തിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പാ പറഞ്ഞത് സഹാബത്തിനോട്. ഏത് കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് 1400 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളെ ഈ കാലഘട്ടത്തിലേക്ക്, യുഗത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പാവപ്പെട്ട സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ മിൻ ഇഖ്തിറാബി സാഅ, ഖിയാമത്ത് നാളോടടുക്കുമ്പോൾ ഈ ലോകത്തിനൊരു അവസാനം വരാനുണ്ട്. ആ ലോകത്തിന്റെ അവസാനത്തിന് മുമ്പ് ഈ ലോകം അവസാനിക്കാറായി, ഈ ലോകം അവസാനിക്കാൻ അടുത്തുപോയി എന്നതിന്റെ തെളിവായി കുറെ അടയാളങ്ങൾ ഇവിടെ വരാനുണ്ട് സഹാബാ. അതിൽപ്പെട്ട ഒരു അടയാളം അല്ലാഹുവിന്റെ റസൂല് അന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ കസുറൽ ഫാലജു വമൗതുൽ ഫുജാ. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനങ്ങള് പെട്ടെന്ന് മരിച്ചു പോകുന്ന, പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന, പക്ഷവാതം പിടിപെട്ടിട്ട് സ്ട്രോക്ക് ബാധിച്ചിട്ട്, സ്ട്രോക്ക് വന്നിട്ട് ആ കാലഘട്ടത്തിലെ ജനങ്ങളുണ്ടല്ലോ പെട്ടെന്ന് തളർന്നു വീഴുന്ന തരത്തില്, വീണു പോകുന്ന തരത്തില്, മരണപ്പെട്ടു പോകുന്ന തരത്തില് ഒരു കാലം വരാനിരിക്കുന്നു. അങ്ങനെ ഒരു കാലം നിങ്ങൾ കണ്ടാൽ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കാണുന്നവനെ നാളെ കാണാതെ വരുമ്പോൾ നമ്മൾ ചോദിച്ചാൽ അതാ സ്ട്രോക്ക് വന്നു വീണുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതാ ഒരു ഭാഗത്തേക്ക് അതാ ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇത് കൂടുതലായി വ്യാപിക്കുകയാണ്. ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ്. എത്ര യാഥാർത്ഥ്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചത്, അല്ലേ? എത്ര ആളുകൾ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. കേരളക്കരയാകെ ഒരു ഉസ്താദിന്റെ മരണവാർത്ത അറിഞ്ഞ് ആ ഞെട്ടലിൽ നിന്ന് നമ്മൾ ആരും ഇതുവരെയും മുക്തമായിട്ടില്ല. ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് മസ്ഊദ് സഖാഫി ഗുഡല്ലൂർ, നാഥനായ അല്ലാഹുവേ, നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. എത്ര വശ്യസുന്ദരമായ ഭാഷയിലും ശൈലിയിലും മനോഹരമായി കേരളക്കരയിൽ എന്ന് വേണ്ട, കേരളത്തിനകത്തും പുറത്തും നല്ല ഇഖ്ലാസുള്ള പ്രഭാഷണം നടത്തി വരവേ, ഇന്നലെ കൂടി തമിഴ്നാടിന്റെ ബോർഡർ പാടന്തറയിൽ പ്രസംഗം കഴിഞ്ഞ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പ്രഭാഷണം നടത്താൻ പോകാനിരിക്കെ രാവിലെ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് നമ്മൾ അറിയുന്നത്. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും ധാരാളമുണ്ട്. നാഥനായ പടച്ച റബ്ബേ, ആ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തിന് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ അല്ലാ, നീ മർഹമത്ത് നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ അല്ലാ. നാളെ വിചാരണയുടെ ലോകത്ത് ഹബീബ് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ അവദാനങ്ങൾ പ്രകീർത്തനം ചെയ്ത നല്ല മനോഹരമായ മാദിഹായ മദ്ഹുർ റസൂൽ പറഞ്ഞ ആ പ്രിയപ്പെട്ട ബഹുമാന്യനായ പണ്ഡിത സുഹൃത്തിന് ആ മുത്താറ്റൽ തങ്ങളുടെ ശഫാഅത്ത് നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാ. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കള്, വിധവയായ ഭാര്യ, കുടുംബം, എല്ലാവർക്കും പടച്ച റബ്ബേ നീ സമാധാനം നൽകണേ അല്ലാ, സബർ നൽകണേ അല്ലാ. ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണമേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയെല്ലാം നീ കാത്തു രക്ഷിക്കണമേ അല്ലാ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു